ഇപ്പം ഞാൻ യൂട്യൂബ് തുറന്നാൽ ഫുള്ള് ക്ലേ ഉണ്ടാക്കലും അത് വെച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കലും ഒക്കെ. അപ്പോഴേ എനിക്കൊരാഗ്രഹം ക്ലേ ഉണ്ടാക്കണമെന്ന്. കുറച്ചായി ആഗ്രഹം തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. ഈ ക്ലേ ഉണ്ടാക്കാനുള്ള മണ്ണിന് വേറെ എവിടെയും പോകേണ്ടി വന്നില്ല. എൻ്റെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ അവിടെ വീട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിണർ കുഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാപ്പയുടെ സഹായത്തോടു കൂടി ഞാൻ അവിടെ നിന്ന് കുറച്ച് മണ്ണ് ഇസ്കി. അങ്ങനെ മണ്ണ് എടുത്ത് ഒരു ബക്കറ്റിൻ്റെ 3/4 ഭാഗം എടുത്തു. കുറച്ചൊന്നും ഉണ്ടാക്കിയാൽ പോരാ, കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. അത് വല്ലാത്തൊരാഗ്രഹമായി പോയില്ലേ എന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചു. ഇനി ആ മണ്ണിലേക്ക് അതിൻ്റെ മുകൾ ഭാഗം വരെ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇത് ഭയങ്കര പാടുള്ള പണിയായിരുന്നു, എനിക്ക് കുറേ ടൈം പോയി. അതിനുശേഷം ഇതേപോലെ ഒരു തോർത്തെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം തെളിഞ്ഞ് കിട്ടും. 2-3 മണിക്കൂർ കഴിയുമ്പോൾ തെളിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ക്ലേ ഇങ്ങനെ അടിയിൽ അടിഞ്ഞ് കൂടിയിട്ടുണ്ടാകും. അതെടുത്തിട്ട് ഇതേപോലെ തോർത്തിലൊഴിച്ച് കിഴി കെട്ടിയാണ് സത്യം പറഞ്ഞത് വെക്കാനുള്ളത്. 12 മണിക്കൂറുള്ള കിഴി കെട്ടി വയ്ക്കണം. പക്ഷേ എൻ്റെ തോർത്ത് വീതി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിഴി കെട്ടി വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെച്ച് വെയിലത്തുനിന്ന് മാറ്റി വെച്ചിട്ടാണ് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. ഇവിടെയാണ് എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉണങ്ങിയ സ്റ്റേജിലാണ് എനിക്ക് നല്ല പണി കിട്ടിയത്. കാരണം വെച്ചാൽ എനിക്ക് കോളേജിൽ പോകുന്നതുകൊണ്ട് ഇത് രാവിലെ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാം വൈകിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ എടുത്തിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആ ഒരു ഡ്രൈനെസ് ആയേനെ എന്ന് എനിക്ക് തോന്നി. വൈകിട്ടെടുത്തപ്പോൾ കുറച്ച് കൂടുതൽ ഡ്രൈ ആയതുപോലെ എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും ഇത് കോളായെന്ന് എനിക്ക് മനസ്സിലായി. ആ തോർത്തിൽ കിഴി കെട്ടുന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോഴേ ഇത് കോളായെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ തോറ്റു കൊടുക്കാനൊന്നും അങ്ങനെ എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയി. ഞാനെന്തായാലും അതെടുത്ത് കുഴച്ച് ഈ ഒരു പരുവത്തിലൊക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ക്ലേ വെച്ച ഒരു സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അറിയാം ഇത് ശരിയായില്ലേന്നൊക്കെ. അപ്പം ഇത് ശരിയായാലും ഇല്ലെങ്കിലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ടതിന് ലൈക്കൊക്കെ തരണം കേട്ടോ.